ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, അത്രയേ ഉള്ള സംഭവം. അങ്ങനെ കണ്ടാൽ മതി. വലിയ ടെക്നിക്കൽ പരമായിട്ട് പറയാനൊന്നും എനിക്ക് അറിയില്ല. അപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കാം. ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനം, DJ മൈക്ക് മിനി. അപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റോഡിൻ്റെ Go 2 ആണ്. അപ്പം അതാണ് കണ്ടിന്യൂസ് കുറച്ചാൾ ഉപയോഗിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ iPhone 16 Pro Max എടുത്തപ്പോഴത്തേക്ക് അത് ഐഫോൺ തന്നെ അങ്ങ് യൂസ് ചെയ്യുക. ഐഫോണിൻ്റെ മൈക്ക്, ഇൻബിൽറ്റ് മൈക്ക് തന്നെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം Go 2 യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. കാര്യം നമ്മൾ അത് യൂസ് ചെയ്യുന്ന ട്രൈപോഡ് വേണം. ട്രൈപോഡിൻ്റെ മുകളിൽ ഈ സാധനം കണക്ട് ചെയ്ത് അതിൻ്റെ റിസീവർ കണക്ട് ചെയ്ത് അത് വയർ വഴിയൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ കുറച്ച് സീനാണ് സംഭവം വെക്കാനായിട്ട്. അപ്പോൾ ഐഫോണിൻ്റെ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താ ഐഫോൺ കണക്ട് ചെയ്യാൻ സെപ്പറേറ്റ് വയർ വേണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ മാറ്റി വയ്ക്കും. അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈസി ടു യൂസാണ്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പെട്ടിക്കകത്താക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈസി ടു യൂസ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കണക്ട് ചെയ്യുന്നതൊക്കെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യുക, മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ അവിടെ സെറ്റായി. അത് കഴിഞ്ഞിട്ട് രണ്ട് മൈക്കും പെയർ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. ചെറിയ മൈക്കാണ്, നമ്മുടെ റോഡിൻ്റെ പോലത്തെ വലിയ മൈക്കല്ല, ചെറുതാണ് സാധനം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിത് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പൗച്ചാണ്, അതോടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് നമ്മുടെ ബുക്കും പേപ്പറാണ്. അതിൻ്റെ അകത്ത് DJയുടെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. മാനുവൽ ബുക്കാണ്, ഞാനത് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ പൗച്ച്. ഈ പൗച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ DJ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ടാഗും. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തെറിച്ച് പോയ സാധനം സിലിക്ക ജെല്ല്, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ആദ്യം നമ്മൾ എടുക്കുന്ന ഇതാണ്, പൊട്ടിച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ എല്ലാം താഴെ പോയത്. ഇത് നമ്മുടെ മൈക്കിൽ കണക്ട് ചെയ്തത്, അത് ക്യാമറയും മൈക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന കേബിളാണ്. ഇതേപോലെയാണ് റോഡിൻ്റെ അതിലും വരുന്നത്. അതിപ്പോൾ ഫോണിൽ കണക്ട് ചെയ്താൽ പോലും ഇതേപോലത്തെ രണ്ട് വയർ കണക്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഒരു തൊല്ല പരിപാടിയായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് മൈക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ചാർജിങ് കേബിളാണ്. C ടൈപ്പാണ്, USB to C ടൈപ്പ് വരുന്ന ചാർജിങ് കേബിളാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ സംഭവം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. മൊബൈൽ ഫോണിൻ്റെ കേബിളും പിന്നെ പവർ ബാങ്ക് ഉപയോഗിച്ചാണ് ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പപ്പന്താടി വിൻഡ് മഫ്ലർ എന്നാണെന്ന് തോന്നുന്നു, വിൻഡ് മഫ്ലർ ആണെന്ന് തോന്നുന്നു പറയുന്നത്. അത് അവിടെ കണക്ട് ചെയ്യാനുള്ള അതിൻ്റെ ക്ലിപ്പും, ഇതുപോലത്തെ ബ്ലാക്കിൻ്റെ 2 എണ്ണവും, അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പേപ്പർ സ്റ്റൈലുള്ള ഒരു 2 എണ്ണം. അങ്ങനെ മൊത്തം 4 എണ്ണം ഉണ്ട്. 2 ജോഡികളായിട്ടുള്ള. ഇത് രണ്ടും നരച്ച മുടി, ഡൈ അടിച്ച മുടി എന്നാണ് കരുതാം. നമ്മുടെ ഈ കവറിനകത്ത് ഇതാണ് നമ്മുടെ മെയിൻ താരം, ഈ കാണുന്നത്. അപ്പോൾ ഇവന് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വന്നത്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് ഇതിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇതാണ്, ഈ ബോക്സിനകത്താണ് ആ രഹസ്യം ഇരിക്കുന്നത്, രഹസ്യപ്പെട്ടി. ഇവിടെ ചാർജ് ചെയ്യാനുള്ള C ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. ഇവിടെ 4 LED ലൈറ്റ് ഉണ്ട്. ഇത് നമ്മളെ ചാർജിങ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ ചാർജിങ് എത്രത്തോളം ചാർജ് ചെയ്യുന്നതുണ്ട് ഇല്ലയെന്ന് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡ്രോൺ കത്തുന്നുള്ളത് ഇങ്ങനെ കത്തും. ഡ്രോണിൻ്റെ കമ്പനിയാണല്ലോ DJ, അതുപോലെ തന്നെയാണ് കത്തുന്നത്. എല്ലാം നല്ല അടുക്കും ചിട്ടയോടെ അടുക്കി പറക്കി വെച്ചേക്കാണ്. 2 മൈക്ക് വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടും കണക്റ്റ് ആയിരിക്കണം കേട്ടോ. 2 മൈക്ക്, ഇത് ഒരെണ്ണം വേറൊരെണ്ണം. ഇവിടെ അതിൻ്റെ ചാർജ് ചെയ്യുന്ന സംഭവം. ഇതിനകത്ത് വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ചാർജ് ആയി. ഇതൊരു പവർ ബാങ്കും കൂടെയാണ്. ഇതിനകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിൽ DJയുടെ ബാഡ്ജിങ് ഉണ്ട്. നമ്മളിതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇത് 2 രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ സാധനം. മറ്റേത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിങ്ങനെ ക്ലിപ്പ് വെച്ച് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. അല്ലാതെ മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെളിയിൽ മാഗ്നറ്റ് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. അതാണ് സംഭവം. മാഗ്നറ്റൊക്കെ അള്ളിയിട്ട് പിടിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നിൽക്കുന്നത് എന്ത് രസം നിൽക്കുന്നത്. പക്ക സ്ക്വയറൊന്നുമല്ല, ഇവിടെ ചെറിയൊരു എഡ്ജൊക്കെ വന്ന് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ഡിസൈൻ. നല്ല രസമുണ്ട് കാണാനൊക്കെ, അടിപൊളി ഒരു ഭംഗിയുള്ള മൈക്ക്. ഇതാണ് അതിൻ്റെ റിസീവർ. അതെ, റിസീവർ എന്നല്ലേ പറയുന്നതില്ല. പിന്നെ വരുന്നത്
നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താ ഈ ഒരു പീസ് ഉണ്ട്, ഇവിടെ ഒരു അടപ്പാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇത് ഇളവിങ് വരും. ഈ സാധനം ഇളക്കിയിട്ട് ഇതിനകത്ത് വേറൊരു സംഭവം ഇരിപ്പുണ്ട്. അതായത് കണ്ട ഇതാണ്, ഇതൊരു അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ നമ്മൾ ഇതിനകത്ത് ഒരു ആരോ മാർക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പുഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് തമ്മിൽ കണക്റ്റായി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ 2 മൈക്കും കണക്റ്റ് ആവും. ഇപ്പോൾ 2 മൈക്കും ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. കണക്റ്റ് ആകുമ്പം 2 മൈക്ക് തമ്മിൽ കണക്റ്റ് ആയി കഴിയുമ്പോൾ 2 മൈക്ക് കണക്ട് ചെയ്യാൻ ഇൻഡിക്കേഷൻ കാണിച്ചു തന്നാൽ 1 2 2 മൈക്കും കണക്റ്റ് ആയതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ച് പവർ ഓണും പവർ ഓഫും പിന്നെ ഇത് പെയർ ചെയ്യാനുള്ളൊരു സ്വിച്ചും ഉണ്ട്. ഇതിൽ കുറച്ച് നേരം ലോങ് പ്രസ് ചെയ്യുമ്പം ഈ ഗ്രീൻ മാറിയിട്ട് ബ്ലൂ ഗ്രീനും ഇനി മാറി മാറി കത്തും. അന്നേരം രണ്ടിലും കൂടി ലോങ് പ്രസ് ചെയ്യുമ്പം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അതേപോലത്തെ, ലോങ് പ്രസ് ചെയ്യുമ്പം ഇത് തമ്മിൽ കണക്റ്റ് ആവും. സെയിം അത് കണക്ക് തന്നെ എഴുതും. ഇതിൻ്റെ വോയിസ് എങ്ങനെയാണെന്ന് കേട്ട് വെക്കാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ iPhone 16 Pro Maxൻ്റെ ഇൻബിൽറ്റ് മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ DJയുടെ മൈക്ക് ഇതിൽ കണക്ട് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് DJയുടെ മൈക്കിലൂടെയുള്ള സൗണ്ടാണ്. അപ്പോൾ 1 2 3 വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണേ. 1 2 3 സ്റ്റാർട്ട്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് DJയുടെ മൈക്ക് മിനി നിന്നുള്ള സൗണ്ടാണ്. അതാണ്ടേ കേൾക്കുന്നുണ്ടായിരിക്കും. എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് വോയിസ്? വ്യത്യാസമുണ്ടോ? അപ്പം ഞാൻ നേരത്തെ ആദ്യം സംസാരിച്ചുകൊണ്ട് നമ്മുടെ iPhone 16 Pro Maxൻ്റെ ഇൻബിൽറ്റ് മൈക്കാണ്. ഇപ്പം ഞാനിത് ഇതിൽ കണക്ട് ചെയ്തു. ഇപ്പം നമുക്കിവിടെ മാഗ്നറ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ഇത് ഇവിടെയല്ല സാധാരണ ഇരിക്കണം. അപ്പം എത്രത്തോളം ഉണ്ട് വോയിസ് എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക. പിന്നെ മുതൽ നമ്മുടെ ചാനലിൽ ഈവനും ഉണ്ടായിരിക്കും. ഇത് സിമ്പിളാണ് കേട്ടോ, ഈസി ടു യൂസാണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാനിപ്പോൾ മുകളിലോട്ട് ലിഫ്റ്റിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇത് കണക്റ്റ് ആയിരിക്കണേന്ന് ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാര്യം എൻ്റെ ഇപ്പം മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 10 ഗ്രാം മാത്രമേ ഉള്ളൂ ഈ ഒരു മൈക്കിൻ്റെ വെയിറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന അറിയാൻ പോലും പറ്റത്തില്ല. മറ്റത് കുറച്ചുകൂടി ഹെവിയാണ്. നമ്മൾ ഉടുപ്പ് ഇങ്ങനെ ഇവിടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പം DJയുടെ മൈക്ക് നമ്മൾ ഇവിടെ DJ അല്ല, റോഡിൻ്റെ മൈക്ക് നമ്മൾ ഇവിടെ ക്ലിപ്പ് ചെയ്യാൻ വയ്ക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ടൈറ്റുള്ള ടീഷർട്ട് ആണെങ്കിൽ ഈ തൊണ്ടയിൽ നമ്മളിവിടെ ഇങ്ങനെ മൈക്ക് ടച്ച് ആവും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആയിട്ടോണ്ടിരിക്കുകയുള്ളൂ. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ പണ്ടൊക്കെ ചെയ്ത സമയത്ത് കുറേ എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. കാരണം ഇതിവിടെ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ടൈറ്റായിട്ട് ഒരു വൈബ്രേഷൻ മാത്രമേ കിട്ടുള്ളൂ. അത് എങ്ങനെ ഇത് കണക്ക് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും അത് കേൾക്കുന്നത്. ഞാൻ ഊരിയപ്പം മറ്റേ മാഗ്നറ്റ് അടിയിലിട്ട് പോയി. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യണ്ട. ഇതിവിടെ ഇങ്ങനെ അറിയില്ല. ബ്ലാക്ക് കളർ ഷർട്ടാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കും, ആരും അറിയില്ല. വെയിറ്റ് ഇല്ല, ഇങ്ങനെ തൂങ്ങി കിടക്കുകയൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതെന്തുകൊണ്ട് എനിക്ക് കംഫർട്ടബിളാണ്. സൗണ്ട് ക്വാളിറ്റിയൊക്കെ നിങ്ങൾ എന്നെ വിലയിരുത്തുക. എനിക്ക് ഓക്കെയാണ്. ഞാനിത് ഒരു പ്രാവശ്യം ഞാനത് വെച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഏറ്റവും സുഖമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ബാഗുണ്ട്. ഇത് നമുക്ക് മറ്റേതാകുമ്പം നമുക്ക് ചാർജ് തീരും തോറും നമുക്ക് എന്താണ് USB-C ടൈപ്പൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചാർജ് ചെയ്യണം. ഇത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ബോക്സിനകത്ത് തന്നെ എല്ലാം ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അടുക്കി പറക്കി വൃത്തിയായിട്ട് അവിടെ ഇരിക്കും. അപ്പം കൊണ്ടുനടക്കാനും എളുപ്പമാണ്, കണക്ട് ചെയ്യാനും എളുപ്പമാണ്. എന്തുകൊണ്ടും അടിപൊളി സാധനമാണ്. ഈ ബാറ്ററി പാക്ക് ഉൾപ്പെടെ നമുക്ക് 48 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. 48 hours നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 48 hours ഓപ്പറേറ്റിംഗ് വിത്ത് കേസ്. ഈ കേസ് വെച്ചിട്ട്, അതായത് നമുക്കിപ്പോൾ ഒരു മൈക്കാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ചാർജ് ചെയ്ത് തരുമ്പോൾ ഇതെടുക്കുന്നു, അടുത്തത് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇത് 48 hours, അപ്പോൾ രണ്ടും കൂടെ എനിക്ക് തോന്നുന്നത് 48 hours കണക്ട് ചെയ്യാൻ പറ്റും ഈ വിത്ത് കേസ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ടെക് ചാനലൊക്കെ ഇല്ലേ, അപ്പം നമ്മളെ ഷസാമിൻ്റെയൊക്കെ യൂട്യൂബ് ചാനലിനകത്ത് ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഓഫർ ഇടുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. അത് ഔട്ട്ഡോർ നിൽക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി എങ്ങനെയാണെന്നിവിടെ ഞാൻ കാണിച്ചു തരാം. ഞാനപ്പം ഇവിടെ കുറച്ച് പുറത്തോട്ട് പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ആഡ് ചെയ്തേക്കെ. ഇപ്പം ഈ മൈക്ക് ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ പുറത്തോട്ട് പോകും. അപ്പോൾ എത്രത്തോളം ലെങ്തിന് ഇത് കിട്ടുമെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം വണ്ടിയുടെ അകത്ത് ക്യാമറ വെച്ചിട്ട് ഞാൻ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ കുറച്ച് അങ്ങോട്ട് നടക്കാം. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വോയിസ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ചിലപ്പോൾ എന്നെ കാണാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. കാര്യം കുറച്ച് അടുത്താണ് ഞാൻ നിൽക്കുന്നത്.
എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്കിപ്പം അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പം ഈ കാണുന്ന, ഞാൻ ഇവിടെ നിൽക്കുന്ന എന്നെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാമായിരിക്കും. ഞാനൊരു ഏകദേശം ഒരു 100-200 മീറ്ററോളം നീങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലപോലെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കത് നല്ല ലെങ്തിൽ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ക്വാളിറ്റി. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിലെ പുതിയൊരു അതിഥി. അപ്പം നമുക്ക് ഇനി തൊട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മളിതിലായിരിക്കും കാണുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്, ഇങ്ങനൊരു സാധനം ഞാൻ വാങ്ങിച്ചു, നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചു, നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിനകത്ത് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് അറിയാവുന്ന ഇതിനെക്കുറിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നമുക്കിത് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇപ്പം നമ്മുടെ ചാനലിൽ എന്തായാലും ഇത് വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴേ, DJ-യുടെ പ്രോഡക്റ്റുമായിട്ട് ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു സംഭവം കണ്ടോ, ഇതാണ് റിസീവർ കണക്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ്, സിമ്പിളാണ്. പിന്നെ ഈ ഒരു സാധനം, ഈ റിസീവർ ഇല്ലാതെ DJ-യുടെ പ്രൊഡക്റ്റുമായിട്ട് നമുക്കിത് ഡയറക്റ്റ് കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. DJ-യിൽ തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ DJ-യുടെ ഒരു 360 ഡിഗ്രി ക്യാമറ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കുന്നുണ്ട്. അതായത് ബാങ്ക് വിളിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ എത്രത്തോളം ഈ മൈക്കിലൂടെ അത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കേട്ട് നോക്ക്. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റൂ. ജസ്റ്റ് ഞാൻ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. സോറി, തീർന്നു. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടാണല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തുക എങ്ങനെയുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ക്വാളിറ്റി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിനകത്ത് യവനും കാണും. പിന്നെ ഇനിയൊരു പുതിയ ആളും വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബന്ധു, ഒരു DJ 360 ഡിഗ്രി ക്യാമറ. അപ്പം അത് വെച്ചിട്ടൊക്കെ കുറേ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പം ചിലപ്പോൾ 360 ഡിഗ്രിയിൽ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം മാക്സിമം. അപ്പോൾ എൻ്റെ മോന്ത മാത്രം കണ്ടുകൊണ്ടിരിക്കേണ്ട, ഞോണ്ടി കറങ്ങി ചുറ്റി എല്ലാ 360 ഡിഗ്രി നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം സുഹൃത്തുക്കളെ. അപ്പം എല്ലാവർക്കും ബൈ.